അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു മാളിൽ പോയ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ആണ്. ഇവിടെ 1-2 സ്പെഷ്യൽ ക്രിസ്മസ് സംഭവങ്ങളും വീഡിയോയിൽ കയറാം. അപ്പോൾ ഞങ്ങൾ പോയത് ഫെസ്റ്റിവൽ മോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലുലു ഉണ്ട്. ലുലുവിൻ്റെ എൻട്രൻസിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ കയറിയത് ആ മോളിലേക്ക്. മോളിൻ്റെ അകത്ത് ക്രിസ്മസ് പ്രമാണിച്ച് അതിൻ്റെ ഡെക്കറേഷൻസും ഒക്കെ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ അവിടെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ പുറത്തിറങ്ങിയപ്പോഴേക്കും അവിടെ ഒരു സ്റ്റേജ്, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അതെന്തെന്ന് നോക്കിയപ്പം അവിടെ ഒരു പരിപാടി നടക്കും. ദുബായിൻ്റെ ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതിന് നറുക്കെടുത്ത് അതിൽ നമ്മളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാറ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഷോ നടക്കുന്ന സ്ഥലമാണ് അവിടെ. പിന്നെ അതല്ലാണ്ട് ചെറിയ ചെറിയ കടകളും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരു സൈഡിൽ കൂടെ നടന്നപ്പോഴേക്കും ദ ബേ എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റ് പോലത്തെ ഒരു സ്ഥലം. ഞാൻ ഇതിൻ്റെ മുമ്പ് വന്നപ്പോൾ കണ്ടിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ശരി, ഏതായാലും അത് പോയി എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് ഇറങ്ങി. ദ ബേ ബൈ സോഷ്യൽ എന്നാണ് അതിലിട്ടിരിക്കുന്നത്. അവിടെ പോയി നോക്കിയപ്പോഴേക്കും കുറേ ക്രിസ്മസ് ട്രീയും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്രിസ്മസ് വൈബ് തരുന്നൊരു സ്ഥലമാണത്. പിന്നെ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ട് അതിൻ്റെ നടുക്ക്, കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ അവിടെ ആർക്കേഡ് ഗെയിമിംഗ് പ്ലേസ് ഉണ്ട്. കളിച്ച് ജയിക്കുകയാണെങ്കിൽ നമുക്ക് ബൊമ്മ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇവിടെ നല്ല ജനത്തിരക്കുണ്ട്, ഒരുപാട് ആൾക്കാരാണ്. പിന്നെ അങ്ങനെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഒരു ഭജന പോലെ ഒരു സംഭവം പോകും. സർക്കസിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പുകൾ. പിന്നെ ബാക്കിൽ ഒരാൾ ട്രംപറ്റൊക്കെ വായിച്ചു പോകുന്നു, ഡ്രം അടിക്കാൻ 2 പേര്, അങ്ങനെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെ കുറേ സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. കടകളെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്രിസ്മസിൻ്റെ ഒരു സ്റ്റൈലിലാണ്. പിന്നെ കുറേ കൂടെ നടക്കപ്പോഴേക്കും ഈ കഴിക്കാനുള്ള ഫുഡിൻ്റെ സ്ഥലമുണ്ട്, ചെറിയ ഫുഡ് കോർട്ട് പോലെ. പിന്നെ ഇതാണ് അതിൻ്റെ അവസാനം, ഈ ടിച്ചോ പെട്ടിയം എന്ന് പറയുന്നൊരു ഷോപ്പിൻ്റെ, അതാണ് അതിൻ്റെ അവസാനം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് തിരിച്ച് നടക്കണം. പിന്നെ ഈ ക്രിസ്മസ് അപ്പൂപ്പനെ കാണാൻ വേണ്ടി കൊച്ചു പിള്ളേരൊക്കെ പോകും. കൊച്ചു പിള്ളേരെ അടുത്തൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം. പിന്നെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ ആർക്കേഡ് ഗെയിംസിൻ്റെ അതിൻ്റെ ടിക്കറ്റ് മേടിക്കേണ്ട സ്ഥലം ഇതാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും അതിൻ്റെ ആ പരിപാടി നടന്നുകൊണ്ടിരുന്നു, ആ കാറൊക്കെ കൊടുക്കുന്നതൊക്കെ. ആ പരിപാടി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിലൊരു സെറ്റ് ഓഫ് ബോൾസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇവർ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ അവിടെ വന്നിട്ട് ആ ബോളിൽ ഒരു ബോളിനെ എടുക്കണം, വല വെച്ച് പിടിച്ച് അതിൽ ഏത് നമ്പർ ഇരിക്കുന്നോ ആ നമ്പറിലുള്ള കാർ അവർക്ക് കിട്ടും. അങ്ങനെയാണ് സംഭവം. പിന്നെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് നടന്നു. പണ്ടത്തെ ഡിസ്നി മൂവി ഉണ്ടല്ലോ ട്രോൺ, അതിലുള്ള പോലത്തെ കുറേ വണ്ടികളൊക്കെ. ഇതെന്തോന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഈ കൊച്ചു പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ബൈക്ക് പോലത്തെ സെറ്റപ്പ്. അത് വാടകയ്ക്ക് എടുത്ത് അങ്ങനെ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. പിന്നെ അവിടെ പോയപ്പോഴേക്കും ഫയർ വർക്ക് ഷോ ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു. അപ്പോൾ അതെപ്പോന്ന് പറഞ്ഞ് നോക്കി അങ്ങനെ 9 മണിക്കെന്ന് പറഞ്ഞിട്ട് ഒരു 9:20 അത് തുടങ്ങിയത്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളും പോയി കാണാൻ, എല്ലാവരും ആസ്വദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, എന്നാൽ പിന്നെ കാണാം.